വലിയ ഒരു പാട്ട് മാത്രമേ മാസങ്ങളായിട്ട് ചെയ്തുള്ളൂ. അതേത് പാട്ടാ? കണ്ണോട് കണ്ണൂരെന്നൊരു പാട്ടുണ്ട്, ശ്രേയ ഘോഷാൽജി പാടിയത്. അതിൽ വീരപുത്രൻ, അതിലെ പാട്ട് അദ്ദേഹം ലിറിക്ക് കൊണ്ടുവന്ന് തന്നു. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, സ്റ്റേജിലും പറയാറുണ്ട്. ലിറിക്ക് കൊണ്ടു തന്നു. അപ്പോൾ പി ടി ആണല്ലോ, പി ടി സാഹിബിൻ്റെ പടം, പി ടി കുഞ്ഞുമോൻ്റെ പടം. അപ്പോൾ അദ്ദേഹം തന്നു. അപ്പോൾ എനിക്കിങ്ങനെ കണ്ണോട് കണ്ണൂരും നോക്കിയിരുന്നാലും കാണാമറിയത്തിരുന്നാലും കണ്ണിനും കാണാത്ത ഉൾക്കൊമ്പിനും അങ്ങനെയുള്ള വരികളാണ്. ഇത് നോക്കി ഒരു സംഗീതവും വരുന്നില്ല, ഒരു സംഗീതവും ഇല്ല. പിന്നെ ബ്ലോക്ക് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ? മെൻ്റൽ ബ്ലോക്ക്? അങ്ങനെ മെൻ്റൽ ബ്ലോക്കിൽ, പക്ഷേ ബ്ലോക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ കേട്ടോ, കാര്യം ഇത് ഒന്നും വരുന്നില്ലല്ലോ, പാട്ട് വരണ്ടേ, അപ്പോൾ ഒരു ബ്ലോക്ക് തന്നെയാണ് ശരിക്കും. ഓക്കെ, അത് അടച്ചു വെച്ചു. പിന്നെ ഓരോ വർക്കുകളിൽ നിന്ന് ഇടയ്ക്ക് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു. അടുത്തൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞ് ചോദിച്ചു, രമേഷ് ഭായ് എന്തൊക്കെയായി, പാട്ടുകളായോ? ഞാൻ പറഞ്ഞു, ഭായ് ഒന്നും ആയില്ലല്ലോ, ഞാൻ നോക്കട്ടെ, അടുത്ത ആഴ്ച നോക്കട്ടെ. പിന്നെ എനിക്ക് ചെറിയ ടെൻഷനായി, ഇത് ശരിയാവുന്നില്ലല്ലോ. കാര്യം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഹിറ്റാണ്. തട്ടം പിടിച്ച വിളികളെയും, പറയാൻ മറന്ന പടം, മറ്റേ പാട്ടുകൾ, എല്ലാ സിനിമയും കഴിഞ്ഞ പടങ്ങളൊക്കെ ഹിറ്റ് പാട്ടുകളാണ്. ഞാൻ പറഞ്ഞു ശരി. അത് കഴിഞ്ഞു. അടുത്ത ആഴ്ച അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, രമേഷ് ഭായ് ഞാൻ അങ്ങോട്ട് വരട്ടെ? ഞാൻ പറഞ്ഞു ആയിട്ടില്ല സാർ, നിങ്ങൾ വന്നാൽ കുഴപ്പമില്ല, നമുക്കൊന്ന് ഇരിക്കാം. അല്ല, നിങ്ങൾ പാട്ടായിട്ട് വന്നാൽ മതി, ഞാൻ വന്നാൽ പോരെയെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 2 മാസത്തോളം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആയില്ലെന്ന് രണ്ടാമതും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരിയായില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനെന്നാൽ സംഗീത സംവിധായകനെ മാറ്റാൻ പോകും.